നമസ്കാരം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്നും ശത്രുപക്ഷത്താണ്. ഇന്ത്യയെ തൊട്ട പാകിസ്ഥാന് ഇന്ത്യ നൽകിയ തിരിച്ചടി മറക്കില്ല. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് നൽകിയത് പാകിസ്ഥാന്റെ സകല അഹങ്കാരവും തീർത്തു കൊടുക്കുന്ന തിരിച്ചടി മാത്രമായിരുന്നു. ഇപ്പോ ഇതാ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര പോരാട്ടത്തിന്റെ പുതിയ അധ്യായത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ചെനാബ് നദിയിലെ വിവാദമായ ദുൽഹസ്തി സ്റ്റേജ് സെക്കൻഡ് ജലവൈദ്യുത പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള ഇന്ത്യയുടെ തീരുമാനം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിലും ജല നയതന്ത്രത്തിലും നിർണായകമായ ഒരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. കേവലം ഒരു ഊർജ പദ്ധതി മാത്രമല്ല ഇതൊരു നയതന്ത്ര പോരാട്ടം കൂടിയാണ്. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ ചെനാബ് നദിക്ക് കുറുകെയാണ് 260 മെഗാവാട്ട് ശേഷിയുള്ള ദുൽഹസ്തി സ്റ്റേജ് സെക്കൻഡ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന 390 മെഗാവാട്ട് ശേഷിയുള്ള ദുൽഹസ്തി സ്റ്റേജ് ഫസ്റ്റ് പദ്ധതിയുടെ തുടർച്ച കൂടിയാണ് ഇത്. 2025 ഡിസംബറിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള വിദഗ്ധ സമിതി ഈ പദ്ധതിക്ക് ഔദ്യോഗികമായി അനുമതി നൽകി. ഏകദേശം 3277.45 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടെ വടക്കൻ ഇന്ത്യയിലെ ഊർജ പ്രതിസന്ധികൾക്ക് വലിയൊരളവിൽ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ. 1960 സിന്ധു നദീജല കരാർ പ്രകാരം ചെനാബ്, ചലം, സിന്ധു എന്നീ പടിഞ്ഞാറൻ നദികളിലെ ജലം ഉപയോഗിക്കാൻ പാകിസ്ഥാനാണ് കൂടുതൽ അവകാശമുള്ളത്. എന്നാൽ ഈ നദികളിലെ ജലം തടഞ്ഞു നിർത്താതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ട്. അടുത്ത കാലത്തായി അതിർത്തി കടന്നുള്ള ഭീകരവാദവും പാകിസ്ഥാന്റെ ശത്രുതാപരമായ നിലപാടുകളും കണക്കിലെടുത്ത് കരാറിലെ ചില വ്യവസ്ഥകൾ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. ഇന്ത്യയുടെ ഈ നീക്കത്തിനെതിരെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ചെനാബ് നദിയിലെ വെള്ളത്തെ ഇന്ത്യ ആയുധമാക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. കൃഷിക്ക് വെള്ളം ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഇന്ത്യ ജലം തടഞ്ഞു നിർത്തുന്നത് തങ്ങളുടെ ഭക്ഷ്യസുരക്ഷയെ തകർക്കുമെന്നാണ് അവരുടെ ആരോപണം. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ഷെറി റഹ്മാൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെ ജലയുദ്ധം എന്നാണ് വിശേഷിപ്പിച്ചത്. കരാർ ലംഘനം ആരോപിച്ച് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയും ലോകബാങ്കിനെയും സമീപിച്ചിട്ടുണ്ട് എങ്കിലും പദ്ധതിയുടെ രൂപരേഖ കരാർ ലംഘിക്കുന്നതല്ല എന്ന ഉറച്ച നിലപാടാണ് ഇന്ത്യക്കുള്ളത്. പദ്ധതിയുടെ ഡിസൈൻ കരാറിലെ സാങ്കേതിക നിബന്ധനകൾക്ക് ഉള്ളിലാണ് എന്നും ഇന്ത്യൻ വിദഗ്ധ സമിതി വിലയിരുത്തിയിട്ടുണ്ട്. ചെനാബ് നദീതടത്തിൽ ദുൽഹസ്തി സ്റ്റേജ് സെക്കൻഡ് കൂടാതെ സാൽബ്കോട്ട്, റാറ്റിൽ, പക്കൽ ദുൽ തുടങ്ങിയ ബൃഹത്തായ പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനുള്ള ഇന്ത്യയുടെ നീക്കം രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ അടയാളം കൂടിയാണ്. ഹിമാലയൻ സാനുക്കളിൽ ദുർഘടമായ ഭൂപ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പദ്ധതികളും അല്ലെങ്കിൽ ഈ സംരംഭങ്ങളും ഇന്ത്യയുടെ സാങ്കേതിക മികവും ഊർജ്ജസ്വലവുമായ ഭരണ നേതൃത്വം കൂടിയാണ് ഇത് ലോകത്തിനു മുന്നിൽ കാണിക്കുന്നത്. പരിസ്ഥിതി സന്തുലിതാവസ്ഥ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ വരും തലമുറയുടെ ഊർജ സുരക്ഷ മുൻനിർത്തി ഇന്ത്യ നടത്തുന്ന ഈ മുന്നേറ്റം സമാനതകളില്ലാത്തതാണ്. നമ്മുടെ നദീജലത്തിനു മേൽ ഇന്ത്യയുടെ നിയമപരമായ അവകാശങ്ങൾ പൂർണ്ണമായും വിനിയോഗിക്കാനുള്ള ഈ തീരുമാനം ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ കരുത്ത് വർദ്ധിപ്പിക്കുന്നതാണ്.